ഹലോ ഫ്രണ്ട്സ്, നമുക്ക് രാവിലെ ടൈമില്ലാത്തപ്പം ഈസി ആയിട്ട് അതും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സവാള വഴറ്റുന്ന ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അടിപൊളി ഒരു എഗ്ഗ് കറിയാണിത്. ഇതിൽ നമ്മൾ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചു, കടുക് പൊട്ടിക്കാനിട്ടു, പിന്നെ കറി ലീവ്സ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല ഇവിടെ, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച 2 ഓണിയനാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ സോട്ട് ചെയ്യുന്ന ഒരു ടൈമേ ഇതിന് ആവശ്യമുള്ളൂ, വേറെ എക്സ്ട്രാ ഒരു ടൈം ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെയാവും ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ സെറ്റ് ആവുന്ന ഒരു കറി കേട്ടോ. അപ്പം എനിക്ക് ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എന്ന് വെച്ചിട്ട് റെഡിയാക്കി എടുത്തതാണ്. നന്നായിട്ട് ഉള്ളി സോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ടേമറിക് പൗഡർ ഇടണം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിയും ചുടുന്നുണ്ട്. നല്ല പഫി ആയിട്ടുള്ള നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നതിൻ്റെ പിന്നാലെ ഞാൻ മുളക് പൊടി ആഡ് ചെയ്തു, പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടി ഒരു എരിവിന് വേണ്ടിയിട്ട്, കാരണം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കളറ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ ഗരം മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊരു ഗ്രേവി ആയിട്ടല്ലേ വേണ്ടത്, അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഗ്രേവി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ചുടുന്നതും ഇതും ഒരുമിച്ച് നടക്കുന്നുണ്ട്, കാരണം ടൈം ഒട്ടുമില്ല. അപ്പോൾ ടൈമില്ലാത്ത സമയത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആൻഡ് വെരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ. ആ ടൈം കൊണ്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ട, ആ ടൈമും നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. മുട്ട പൊട്ടിച്ചൊഴിച്ച കറിയാണിത്. അപ്പം ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്, മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം ഇത് വീണ്ടും അടച്ച് വെച്ച് ഞാൻ തിളയ്ക്കാൻ വെച്ചു കേട്ടോ. അപ്പം ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യണം, ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ. കാരണം മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ നിന്നാൽ ശരിയാകത്തില്ല. അപ്പം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക, അടച്ച് വെച്ച് ഇത് വേവിക്കുക. ഇതിനും ഒത്തിരി ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ ഈ മുട്ട, നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം, അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ കാണാം.